അനൂപ് ആന്റണി പറയുന്നത് 2000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് രണ്ട് ക്രിസ്ത്യൻ ഈ പറയുന്ന രണ്ട് കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്. ആരാണ് അനൂപ് ആന്റണിയോട് പറഞ്ഞത് ഇവിടെ പോയി രക്ഷിക്കാൻ? ആരായി കേസ് കൊടുത്തത്? ആരാണ് പ്രശ്നമുണ്ടാക്കിയത്? കന്യാസ്ത്രീകൾക്കെതിരെ അവിടുത്തെ ഗവൺമെൻറ്റാണ് കേസ് ഉണ്ടാക്കിയത്? അല്ല, അവിടെയുള്ള BJP-ക്കാർ. മതം മാറ്റം, മനുഷ്യക്കടത്ത് അവരാ ഉണ്ടാക്കിയത്. എന്നിട്ടത് വലിയ പൊളിറ്റിക്കൽ ആയുധമാക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ചെയ്തു. നിങ്ങൾ പോകുന്നത് സഹായിക്കാൻ, നിങ്ങളോട് സഹായിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു ക്രൈസ്തവ സംഘടന ആവശ്യപ്പെട്ടില്ല. ഒരു BJP-ക്കാരനോട് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. FCRA കേസുമായി ബന്ധപ്പെട്ട് എത്രയോ ടെർമിനേറ്റ് ചെയ്തു. എത്രയോ കാത്തലിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പലരുടെയും ടെർമിനേറ്റ് ചെയ്തു. എത്ര കേരളത്തിലെ BJP-ക്കാരന്മാരെ കണ്ടിട്ട് ഇത് കാല് പിടിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വൽസ് അല്ല, ഈ സഭ കാലം പിടിക്കാൻ പോയിട്ടുണ്ട്. അതാ ഈ പറയുന്ന KP യോഹന്നാൻ ഇതേപോലെ ഫ്രോഡ് പരിപാടി കാണിക്കുന്നവർക്ക് പോയി കാണും. അത് നോർമലായിട്ട് ചർച്ചിൻ്റെ ഒറിജിൻ, അതായത് പ്രോപ്പറായിട്ട് നിൽക്കുന്നവരൊന്നും ഈ കാര്യത്തിന് ആരെയും കാലം പിടിക്കാനൊന്നും പോകത്തൊന്നുമില്ല. അവർക്ക് വേറെ വഴികളുണ്ട്. അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും, അടച്ചങ്ങ് പൂട്ടും, അത്രയേ ഉള്ളൂ. കള്ളത്തരവും പരിപാടിയും കാണിച്ച് അതിൻ്റെ കമ്മീഷൻ അടിച്ചു മാറ്റാൻ അവർ ശ്രമിക്കും. കമ്പാഷൻ ഇന്ത്യ എനിക്കറിയാവുന്ന ഓർഗനൈസേഷനാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൊച്ചുകുട്ടികൾക്ക് അവരെ എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അതെടുത്ത് കളഞ്ഞു, അവരടച്ചുപൂട്ടി അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. ആ കുട്ടികൾക്ക് ഇപ്പോൾ ആരും ഇല്ലാതായി. അതാണ് ഈ സംഘപരിവാറും BJP ആഗ്രഹിച്ചത്. അതായത് ഒരു കാരണവശാലും അവശത അനുഭവിക്കുന്ന ദളിത് കുട്ടികൾക്കും ആദിവാസി ബാക്ക്വേർഡ് ക്ലാസ് അവർ രക്ഷപ്പെടരുത്. അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് ഓരോന്ന് കൊണ്ടുവരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളോട് പ്രേമമാണ്. അതേപോലെ ചില ഇഡിയോമാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഞങ്ങളെ ആ പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. BJP-യുടെ കയ്യിൽ 3 ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് കാണിച്ചിട്ട്. നിങ്ങളുടെ BJP-യുടെ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു ചീഫ് മിനിസ്റ്ററെ കാണിച്ചു തരാമോ ഈ നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റിൽ? അതിനകത്ത് BJP പാർട്ടിയല്ല, അവിടുത്തെ റീജിയണൽ പാർട്ടികളാണ് ഇതൊക്കെ. അത് ക്രിസ്ത്യൻ ബേസ്ഡ് പാർട്ടികളാണ്. അതിനകത്ത് BJP ടിക്കറ്റ് പല ആൾക്കാരും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, ചിലർ മന്ത്രിയായിട്ടുണ്ട്. മണിപ്പൂരിലെ ഇഷ്യൂ എന്തുവാ? അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ഈ BJP-യുടെ ആ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോയി. അതാണ് സംഭവം. ആരും BJP-യിൽ ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. മണിപ്പൂരിൻ്റെ നോർത്ത് ഈസ്റ്റിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. അല്ലാതെ BJP മുഖ്യമന്ത്രിമാരൊന്നും അല്ല ഇതിൽ ഒരാൾ പോലും. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കുക, ഇതിനകത്ത് ഇഷ്ടം പോലെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും എത്ര പേരുണ്ട് BJP-യുടെ ആൾക്കാർ, എത്ര പേരാണ് BJP മുഖ്യമന്ത്രിമാർ.